ദേ മോളെ ശ്രുതി, നീയുണ്ടല്ലോ, നീയും ശ്രുതിയും മാത്രം മുറിയിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ വാതിൽ കുറ്റിയിട്ടതിന് ശേഷമേ ഇരിക്കാവൂ. എന്താ അമ്മേ, എന്താ പറ്റിയത്? മോളെ, ഞാനിങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ ആ രേവതി നിങ്ങളുടെ മുറിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവളും അവളുടെ ഭർത്താവും തമ്മിലേ ഇത്രയും നാളായിട്ടും ദാമ്പത്യ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുത്തലുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവളുടെ കണ്ണ് പെടും നിങ്ങൾക്ക്. അതുകൊണ്ട് വാതിൽ ഭദ്രമാക്കി കുറ്റിയിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ രണ്ടുപേരും മുറിയിലിരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി എന്ത് കാഴ്ച കണ്ടിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ രേവതി വാതിൽക്ക് ചെന്നിട്ട് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇനി അതങ്ങനെ കണ്ടിട്ട് തന്നെയാണോ ശരിക്കും ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അറിയണ്ടേ നമുക്ക്? അപ്പോൾ അതേക്കുറിച്ച് പറയാനായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, 10-ാം തീയതിയിലെ എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്ന നേരത്തിന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു കാറും കൊണ്ടൊക്കെ വരികയാണ്. ഷോറൂമിലെ കാറാണ്. അത് എടുത്തിട്ട് നമ്മുടെ ശ്രുതിയെയും കയറ്റി കറങ്ങി നടക്കുകയാണ്. അതിനുശേഷം ഒരു ഇളനീർ കടയുടെ മുന്നിൽ നിർത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് ഇളനീരൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച് നിർത്തിയിരുന്നത്. അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, ശ്രുതി എങ്ങനെയായാലും നിനക്ക് ഈ ഉള്ള ജോലി നീ നഷ്ടപ്പെടുത്തരുത്. എങ്ങനെയെങ്കിലും ഈ ജോലി തുടർന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഇപ്പം തന്നെ ഈ ജോലി എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇനി അടുത്തൊരു ജോലി കിട്ടാനായിട്ട് വലിയ പാടായിരിക്കും. അതുകൊണ്ട് പരമാവധി ഈ ജോലി തന്നെ തുടരാനായിട്ട് നോക്കണം. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, എൻ്റെ ശ്രുതി, നീ പറയുന്നതൊക്കൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ തുടരാൻ ശ്രമിക്കാം. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത്ര വർഷം ഉറക്കമുളച്ച് പഠിച്ചതാണ്. എന്തുമാത്രം സർട്ടിഫിക്കറ്റുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ ഡിഗ്രികൾക്ക് പറ്റിയ ഒരു ജോബാണോ ഇത് എന്നിങ്ങനെ പറയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ MD വെറും 10-ാം ക്ലാസ് ഫെയിലായിട്ടുള്ള ആളാണ്. അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ തൊലി പൊളിഞ്ഞിട്ട് വയ്യ. അങ്ങനെ ഒരു സ്ഥാപനത്തിലാണല്ലോ ഞാൻ ജോലി നോക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ ശ്രുതി, നീ അതൊന്നും ഇപ്പോൾ നോക്കണ്ട. പിന്നെ നമുക്ക് വരുന്ന നല്ല നല്ല ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യാം. പറ്റിയ ജോലി കിട്ടുന്ന സമയത്തിന് അതിന് പോവാം. ഇപ്പോൾ തൽക്കാലം നീ ഈ ജോലി വിട്ടുകളയല്ലേ. നീ എൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്ക്. ഇപ്പോൾ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സച്ചിയാണെന്നാണ് പറച്ചിൽ. ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിൻ്റെ വരുമാനം അവിടെ ഇല്ലാതിരിക്കുമ്പോൾ രേവതിയുടെ മുന്നിൽ എനിക്കൊരു വില ഉണ്ടാവില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അവളത് അനുസരിച്ചൊന്നും വരില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സോടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് കുഴപ്പമില്ല, ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ കേൾക്കാം, ഞാൻ ശ്രമിക്കാം ശ്രുതി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രുതിയും വീട്ടിൽ വന്നിരിക്കുകയാണ്. വന്നതിന് ശേഷം അവർ രണ്ടുപേരും അവരുടെ മുറിയിൽ വാതിലിങ്ങനെ പകുതി ചാരിയിട്ടേ ഉള്ളൂ, ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ശ്രുതിക്ക് നമ്മുടെ ശ്രുതി ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആൽബമാണ്, പഴയ ആൽബമാണ്. നമ്മുടെ ശ്രുതിയുടെ പലതരത്തിലുള്ള കുട്ടിക്കാലത്തെ ഫോട്ടോകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇത് എത്ര വയസ്സിലെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ കാണുകയാണ്. നമ്മുടെ ശ്രുതി കുട്ടിക്കാലത്ത് എന്താ പറയുന്നത്, ഒരു കുഞ്ഞ് ബർമുടയും അതുപോലെ ഒരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് തലയൊക്കെ ഇവിടെ ഇങ്ങനെ കൊമ്പ് കെട്ടി വെച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതി പറയണം, ഈ ഫോട്ടോ കൊള്ളാം ശ്രുതി, ഇത് നന്നായിട്ടുണ്ട്. ശ്രുതിയെ ഇപ്പോഴും ഈ രീതിയിൽ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് കാണാനൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എന്താ ശ്രുതി ഇത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, ഛേ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ ശ്രുതിക്ക് വല്ലാത്ത നാണം വരികയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയാണ്, പ്ലീസ് എൻ്റെ ആഗ്രഹം ഞാൻ നിന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ, എനിക്കൊരാഗ്രഹം എന്നൊക്കെ പറയുകയാണ്. ഒന്ന് ചുമ്മാതിരിക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചിരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്.
അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ഈ ചിരിക്കുന്നത് കേട്ടിട്ട് രേവതി കാര്യം അങ്ങനെ ഒന്നും കാണാനായിട്ടും കേൾക്കാനായിട്ടൊന്നും നിന്നതല്ല. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് രേവതി അവിടെ അങ്ങ് നിന്ന് പോവുകയാണ്. അങ്ങനെ അങ്ങ് നിന്ന് പോയിട്ട് നമ്മുടെ രേവതി പെട്ടെന്ന് ചിന്തിക്കുന്നത്, ശരിക്കും അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല പുള്ളിക്കാരത്ത് പെട്ടെന്ന് ചിന്തിക്കുന്നത് സച്ചിയും രേവതിയും തമ്മിലുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സച്ചി മദ്യപിച്ചിട്ട് വന്നിട്ട് നമ്മുടെ രേവതിയോട് മോശമായിട്ട് പെരുമാറുന്നതും, അതുപോലെ തന്നെ നമ്മുടെ രേവതിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു തള്ളിയ സംഭവങ്ങൾ, അതൊക്കെ ഇങ്ങനെ രേവതി ഓർക്കുകയാണ്. അത് ഓർക്കുമ്പോൾ രേവതിക്ക് നല്ല സങ്കടം വരികയാണ്. അപ്പോഴാണ് കഷ്ടകാലത്തിന് നമ്മുടെ ചന്ദ്രമതിയുടെ വരവ്. ചന്ദ്രമതി ഇങ്ങനെ വരികയാണ്. വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ചന്ദ്രമതിക്ക് ഹാലിളവുകയാണ് നമ്മുടെ രേവതിയെ കണ്ടിട്ട്. ഒട്ടനെ നമ്മുടെ ചന്ദ്രമതി അലറുകയാണ്. ഡീ എന്നൊരു വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ രേവതി ഇങ്ങനെ പേടിച്ചു പോവാണ് പാവം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയുകയാണ്, എന്താടി ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണേ, ഏയ് ഒന്നുമില്ല, നീ എന്താടി ഇവിടെ ഒളിഞ്ഞു നോക്കി നിൽക്കുകയാണോ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി പറയണേ, ഓടി. അപ്പം തന്നെ പാവം രേവതി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെവി ഇടുകയാണ്. അപ്പോൾ അവിടെ ചിരിക്കുന്നതൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്നിട്ട് മോളെ ശ്രുതി. അപ്പം തന്നെ ശ്രുതി പറയണം, അയ്യോ ശ്രുതി മിണ്ടാതിരിക്കും ശ്രുതി, അമ്മ ആൻറ്റി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കണേ, എന്താ ആൻറ്റി? മോളെ ശ്രുതി, ആൻറ്റി എന്തിനാണ് വന്നതെന്നറിയാമോ? ദേ, നിങ്ങൾ 2 പേരും മുറിയിലിരിക്കുന്ന സമയത്ത് വാതിൽ കുറ്റിയിട്ടിട്ടേ ഇരിക്കാവൂ. അതെന്താ ആൻറ്റി അങ്ങനെ? എടി മോളെ, ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ദേ, ആ രേവതി ഉണ്ടല്ലോ, നിങ്ങളുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് രേവതി കേൾക്കുകയാണ് കേട്ടോ. രേവതി അങ്ങോട്ട് മാറുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ചന്ദ്രമതി ഇത് പറയുന്നത്. അപ്പോൾ രേവതി ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നുകയാണ് രേവതിക്ക്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി പറയണേ, അവളെ നിങ്ങളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ 2 പേരും മുറിയിലിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിട്ടിട്ടേ ഇരിക്കാവൂ. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, ഏയ് അതിനു വേണ്ടി ഒന്നുമില്ല ആൻറ്റി, ശ്രുതിയുടെ ഓരോരോ വികൃതികളും തമാശകളും അതൊക്കെ ആൻറ്റിക്ക് മനസ്സിലാവും. ആൻറ്റിയും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് തന്നെയാണല്ലോ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയണം, എന്നാലും മോളെ നീ ഇപ്പോൾ ഒന്നുമില്ലെന്നൊക്കെ പറയും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാതിൽ കുറ്റിയിട്ടിട്ട് മാത്രം ഇരുന്നാൽ മതി. പിന്നെ അവളുടെയും സച്ചിയുടെയും ജീവിതത്തിലെ അവരിത്രയും നാളായി കല്യാണം കഴിച്ചെങ്കിലും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ദാമ്പത്യ ജീവിതമൊന്നും ഉണ്ടായിട്ടില്ല. അവരങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ നിങ്ങളങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത്? പോലെയെന്നല്ല, അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ അവൾക്ക് കുത്തലുണ്ടാവും. അപ്പോൾ അവളുടെ ദൃഷ്ടിദോഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് പതിയും. അതുകൊണ്ട് കതവ് കുറ്റിയിട്ടിട്ട് ഇരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന നമ്മുടെ രേവതിക്ക് നല്ല വിഷമം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഭയങ്കര വിഷമം തോന്നുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ ചന്ദ്രമതി തിരിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കയ്യിലൊരു ബാഗൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, ആ മോനെ നീ എങ്ങോട്ട് പോകുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒപ്പം നമ്മുടെ ശ്രുതി കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രുതി പറയണം, ആ അമ്മേ എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം, എന്നെ വിളിച്ചു എന്ന് പറയണം കമ്പനിയിൽ നിന്ന്. മാരുതി ഷോറൂമാണല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയണ, ആ ശ്രുതിയുടെ ആ ആൽബം ഇല്ലേ, ആ ആൽബത്തിലെ ഫോട്ടോകൾ എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരണേ. അത് നല്ലൊരു അടിപൊളി ഫോട്ടോസൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ മുറിയിൽ അവിടെ വെക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, അതേ ശ്രുതി ഞാൻ അയച്ചു തരാം എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ശ്രുതിയെ നോക്കുകയാണ്. എന്നിട്ട് പറയണ, ആ ശ്രുതി ഞാൻ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കാണുമ്പോൾ ചന്ദ്രമതി പറയണ, ആഹാ നീ കൊള്ളാലോടെ മോനെ, അമ്മ അടുത്ത് നിന്നിട്ട് അമ്മയോട് ഒരു വാക്ക് പോലും പറയാൻ തോന്നിയില്ലല്ലോ, ഭാര്യയോട് മാത്രം പറഞ്ഞിട്ട് നീ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കണം. ഉടനെ ശ്രുതി പറയണം, അയ്യോ അമ്മേ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ ശ്രുതി പറയണം, അയ്യോ അമ്മേ ഞാൻ അമ്മയെ മറന്നിട്ടൊന്നുമല്ല, ഞാൻ അമ്മയോട് പറഞ്ഞാനേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, എൻ്റെ പൊന്നു മോനെ, നീ അമ്മയോട് പറയാതെ ഒന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ. നിന്റെ ജീവിതത്തിൽ ഭാര്യയെക്കാളും മറ്റെല്ലാത്തിനേക്കാളും നീ പ്രാധാന്യം നൽകുന്നത് ഈ അമ്മയ്ക്കാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ. അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. എനിക്കറിയാം നീ എന്നോട് പറഞ്ഞിട്ട് മാത്രമേ പോവുള്ളെന്ന്. മക്കൾ പോയിട്ട് വാ എന്ന് പറയണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അതേ സമയത്ത് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ
നമ്മുടെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ്, അല്ല മോളെ, എന്ത് ഫോട്ടോയുടെ കാര്യമാണ് അവനീ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണത്, അത് ആൻറ്റി എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഒരു ആൽബം ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ ശ്രുതിയെ കാണിച്ചു. അപ്പോൾ അതിലെ ചില ഫോട്ടോകളൊക്കെ ശ്രുതിക്ക് വലുതാക്കി ഇവിടെ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് പറയണം. എന്നാൽ മോൾ ആൻറ്റിക്ക് കൂടി ആ ഫോട്ടോ ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ? ആ വാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുറിക്കകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം ശ്രുതി ഇങ്ങനെ ആൽബം എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ. അപ്പോൾ ചന്ദ്രമതി ഓരോ ഫോട്ടോകളും കാണുമ്പോൾ എന്താ പറയുന്നത്, പച്ചമീൻ കാണുന്ന പൂജയുടെ അവസ്ഥയിലിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ആ മോളെ നന്നായിട്ടുണ്ട്, അയ്യോ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ഇത്രയും സുന്ദരിയായിരുന്നു എൻ്റെ മോള്, ഇപ്പോഴുള്ളതിനേക്കാളും എന്തോ ഒരഴകാ എൻ്റെ മോക്ക് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴുണ്ടല്ലോ നമ്മുടെ ശ്രുതി ആണെങ്കിൽ തറയിലും അല്ല. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയണേ, മോളെ പക്ഷേ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ചോദിക്കണേ, എന്താ മോളെ ഇത്, മോള് മലേഷ്യയിലല്ലേ ജനിച്ച് വളർന്നത്, അങ്ങനെയല്ലേ മോൾ ആൻറ്റിയോട് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇത് കണ്ട ഒരു കുഗ്രാമം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഉടനെ ശ്രുതി ആകെ അങ്ങ് അന്തം വിട്ട് പോവുകയാണ്, പരിഭ്രമിച്ച് പോവുകയാണ്. പെട്ടെന്ന് ഈ ചോദ്യം പ്രതീക്ഷിക്കുന്നില്ലല്ലോ, മണ്ടനായ ഭർത്താവ് അത് ചോദിച്ചതുമില്ല. അപ്പോൾ തന്നെ ശ്രുതി പറയണ, അതാ ആൻറ്റി പണ്ടൊക്കെ ഡാഡി ബിസിനസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തൊക്കെ നമ്മൾ സാധാരണ പോലെയാണ് ജീവിച്ചത്, അതൊരു സാധാരണ ഗ്രാമത്തിലാണ് നമ്മൾ ജീവിച്ചത്, പിന്നീടാണ് നമ്മൾ സിറ്റിയിലേക്ക് മാറിയത് എന്ന് പറയണം. അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കണം, അപ്പോൾ മോളെ അവിടെയൊക്കെ നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് ആൻറ്റി, അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓ എന്തായാലും കൊള്ളാം മോളെ, കൊള്ളാം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ ഒരു ഫോട്ടോ അതിൽ കാണുകയാണ്. നമ്മുടെ പുള്ളിക്കാരത്തി ഡാൻസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന, ക്ലാസിക്കൽ ഡാൻസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു മോഹിനിയാട്ടത്തിനായിട്ട് ഒരുങ്ങിയ ഒരു ഫോട്ടോ ആയിരുന്നു, പക്ഷെ അത് പറയുന്നത് ഭരതനാട്യം എന്നാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, മോളെ നീ ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ശ്രുതി പറയണം, അതെ ആൻറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. ആഹാ, അയ്യോ എൻ്റെ മോൾ നന്നായിട്ട് ഭരതനാട്യം കളിക്കുമോ? അതെ ആൻറ്റി ഞാൻ കുറേ വേദികളിലൊക്കെ ഭരതനാട്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണത്, അതേ മോളെ ഞാനും അതുപോലെ തന്നെയാണ്, ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഭരതനാട്യം കളിക്കുമായിരുന്നു. പിന്നീട് രവിയേട്ടൻ എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയതിന് ശേഷം ഒക്കെ പൊടി പിടിച്ച് പോയത്, അതിനുശേഷം എൻ്റെ പ്രതിഭ അതോടെ നശിച്ചു എന്നിങ്ങനെ പറയണം. ആണോ ആൻറ്റി, ആൻറ്റിക്ക് ഡാൻസൊക്കെ അറിയാമോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഡാൻസ് കളിച്ചാലോ? അയ്യോ മോളെ ഇപ്പോഴോ? അതിനെന്താ ആൻറ്റി? അയ്യോ മോളെ എത്രയോ വർഷങ്ങളായി ഞാൻ ഡാൻസ് കളിച്ചിട്ട്, ഇനി കളിച്ചാൽ ശരിയൊന്നും ആവില്ല മോളെ, ഒന്ന് ശ്രമിക്കാമല്ലോ ആൻറ്റി. വാ ആൻറ്റി, എനിക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, പ്ലീസ് ആൻറ്റി. ഉടനെ തന്നെ ആൻറ്റി നിലത്തും അല്ല തറയിലും അല്ല, കളിക്കാൻ നീ വാ മോളെ. അങ്ങനെ നേരെ ശ്രുതിയും കൂട്ടി നമ്മുടെ ചന്ദ്രമതി താഴേക്ക് വരികയാണ്. താഴെ എത്തുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നത് ഹോളിലാണ് കളിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നത്, പക്ഷേ ഈ സെറ്റിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ ആൻറ്റി കളിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഒതുക്കിയാലല്ലേ നമുക്ക് സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ ചന്ദ്രമതി അപ്പോൾ ഉടനെ തന്നെ ശ്രുതി സാരിയുടെ തുമ്പൊക്കെ മടക്കി കുത്തിയിട്ട്, ഞാൻ ഇതൊക്കെ പറഞ്ഞ് മാറ്റട്ടെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ടീപ്പോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രമതി പറയണം, തുടരുത്, അതിൽ തുടരുത് മോൾ, അതൊന്നും പറക്കണ്ട, പിന്നെ എങ്ങനെ ആൻറ്റി കളിക്കാം? ദേ അവളവിടെ ഉണ്ട്, ആ രേവതി, ചുമ്മാ തീറ്റിയല്ലേ അവളുടെ ജോലി, അവളെ കൊണ്ട് പറക്കിപ്പിക്കാം, മോള് സമാധാനപ്പെട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി വിളിക്കുകയാണ്, രേവതി. എന്താ അമ്മേ? നീ ഇങ്ങോട്ട് വാ. അപ്പം തന്നെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ അമ്മേ വിളിച്ചത്? ദേ ഇവിടെ കിടക്കുന്ന ഈ സോഫയും സെറ്റുകളും എല്ലാം പറക്കി അങ്ങോട്ടേക്ക് മാറ്റ്. അപ്പം രേവതി ചോദിക്കണം, എന്താ അമ്മേ, എന്തിനാ ഇപ്പം ഇതൊക്കെ പറക്കി മാറ്റുന്നത്? എന്താ അതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ മാത്രമേ നീ ചെയ്യുള്ളോ, അല്ലാതെ നീ അനുസരിക്കില്ല. അപ്പോൾ രേവതി പറയാണ്, പറക്കി മാറ്റാമേ. അങ്ങനെ നമ്മുടെ രേവതി ടീപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി മറ്റൊരു മൂലയിലോട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം രേവതി ഇങ്ങനെ വരുമ്പോൾ പറയണേ, എന്താ ഇതൊക്കെ എല്ലാം പറക്കി മാറ്റണമെന്ന് ഇനി നിനക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതി തരണോ? നീക്കിക്കൊണ്ട് പൊടി. അങ്ങനെ നമ്മുടെ രേവതി നീക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശ്രുതി പറയണേ, ഞാനും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചെല്ലാൻ നേരത്ത് പറയണേ, നീ ഇപ്പോൾ ഒന്നും സഹായിക്കാൻ പോകണ്ട, നീ ഇവിടെ നിൽക്കി, അതൊക്കെ അവൾ ചെയ്തോളും, മോൾ ഇവിടെ നിൽക്കി, അതൊക്കെ അവൾ ചെയ്തോളും. രേവതി നീക്കിക്കൊണ്ട് ഒരു മുതുക്ക് സെറ്റ് നീക്കിക്കൊണ്ടൊരു അറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം രേവതി നിന്ന് ഇങ്ങനെ വിയർക്കുകയാണ്, പട്ടി അണക്കി ഇങ്ങനെ നിന്ന് അണക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രമതി ചോദിക്കണേ, എന്താടി നീ അങ്ങ് ക്ഷീണിച്ചു പോയോ? കുറേ അങ്ങ് തിന്നമല്ലോ, എന്നിട്ടെന്താ ജോലി ചെയ്യാൻ മാത്രം നിനക്ക് പറ്റില്ലേ? അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം വരികയാണ്, രേവതിയുടെ കണ്ണൊക്കെ നിറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം,
ഇനി ദേ ബാക്കി കിടക്കുന്നത് വേറെ ആരെങ്കിലും വരുമോ പറക്കാനായിട്ട്? അപ്പോൾ രേവതി പറയണം, പറക്കാമേ പറക്കാം. അങ്ങനെ നമ്മുടെ രേവതി ഓരോ സെറ്റുകളായിട്ട് ഇങ്ങനെ നീക്കി. പക്ഷേ സത്യത്തിലുണ്ടല്ലോ, ശ്രുതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ്. ശ്രുതി വല്ലാതെ ആയി പോവുകയാണ് ശ്രുതിക്ക്. കാരണം ചന്ദ്രമതിയെ എതിർത്തൊന്നും പറയാനും പറ്റത്തില്ല, രേവതിയെ സഹായിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ നമ്മുടെ രേവതി ആ സെറ്റുകളെല്ലാം അവിടെ നിന്ന് മാറ്റിയിടുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണം, ഇനി എന്ത് കാണാനാണ് നിൽക്കുന്നത്, പോടി. രേവതി പോവുകയാണ്. അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ തകൃതിയായിട്ട് നമ്മുടെ രേവതി തേച്ച് മഴക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി എന്ത് ചെയ്തെന്നോ, നമ്മുടെ ചന്ദ്രമതി അപ്പോൾ ആ സമയത്തിന് ഡാൻസ് കളിക്കാനായിട്ട് തയ്യാറെടുത്ത് സാരി തുമ്പൊക്കെ മടക്കി കുത്തുകയാണ്. നമ്മുടെ ശ്രുതിയും മടക്കി കുത്തുകയാണ്. അപ്പോഴത്തേക്ക് പാട്ട് വയ്ക്കുകയാണ്. പാട്ട് ഏത് പാട്ടാണെന്നോ, തിത്തികിതിത്തികിതൈ, ആ പാട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മഞ്ജു വാര്യർ തിമർത്താടിയ ആ ഒരു ഡാൻസ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ശ്രുതിയും ഒന്നിനൊന്നു മെച്ചമായിട്ട് 2 പേരും തകർത്ത് നിറഞ്ഞങ്ങ് ആടുകയാണ്. നമ്മുടെ രേവതി ഇങ്ങനെ മാറി നിന്നിങ്ങനെ നോക്കുകയാണ് 2 പേരുടെയും ഡാൻസ്. അപ്പോഴത്തേക്ക് അങ്ങനെ കുറേ സമയം അങ്ങനെ തന്നെ ആ പാട്ടിൻ്റെ ഡാൻസ് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി കാലും കടഞ്ഞ് വീഴുന്നില്ല. ചങ്ങല ഊഞ്ഞാലിൽ പിടിച്ചിങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ബാലൻസ് ചെയ്തിട്ട്. അയ്യോ മോളെ, എത്രയോ കാലമായി ഞാൻ ഡാൻസ് കളിച്ചിട്ട്, എൻ്റെ കാലിൽ ചിലങ്ക കിട്ടിയിട്ട് തന്നെ എത്രയോ കാലമായി ഞാൻ പോയി മോളെ, ഞാൻ ക്ഷീണിച്ച് അവശതയായി എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, ആൻറ്റി നന്നായിട്ട് പെർഫോം ചെയ്തു, അടിപൊളിയായിരുന്നു ആൻറ്റി. ആൻറ്റിക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. ആൻറ്റി ഇങ്ങനെ വീട്ടിൽ അടങ്ങി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ആൻറ്റി നന്നായിട്ട് ആൻറ്റിയുടെ പ്രതിഭ ഉയർത്തിക്കൊണ്ടുവരണം എന്നിങ്ങനെ പറയണം. ഞാനും ആൻറ്റിയെ ഹെൽപ്പ് ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അയ്യോ മോളെ, അതിന് ഈ വയസ്സാം കാലത്ത് നടക്കുമോ വല്ലതും? അപ്പോൾ ഉടനെ ശ്രുതി പറയാണ്, അതൊക്കെ നടക്കും ആൻറ്റി, നമ്മൾ മനസ്സ് വെക്കണം എന്നേ ഉള്ളൂ. മതി, തളർച്ചയൊക്കെ മാറ്റിയേരെ, ഇനി നമുക്ക് ബാക്കി വീണ്ടും ചെയ്യാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ശ്രുതിയും കൂടി വീണ്ടും ഡാൻസ് ചെയ്യാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് ഇതും കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ കയറി വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ ഇത് കണ്ടിട്ട് അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പാവപ്പെട്ടോ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് പോകണം. കാരണം അദ്ദേഹം കണ്ടിട്ടില്ല നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊന്നും. അങ്ങനെ ഒടുവിൽ നമ്മുടെ ദിദ്ദികയൊക്കെ കളിച്ച് നിർത്തുകയാണ് 2 പേരും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം, എന്താ ചന്ദ്രേ ഈ കാണിക്കുന്നത് എന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉടനെ ചന്ദ്രമതി അറിയാത്ത കണക്ക് പൊടിയൊക്കെ അടിക്കുന്ന കണക്ക് ഇങ്ങനെയൊക്കെ കൈയൊക്കെ എടുത്തിട്ട് കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി രേവതിയെ വിളിക്കുകയാണ്, രേവതി. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ടില്ലേ ഞാനും ശ്രുതിയും ക്ഷീണിച്ച് നിൽക്കുന്നത്, ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവാ. അങ്ങനെ നമ്മുടെ രേവതി പോവുകയാണ് ഓറഞ്ച് ജ്യൂസ് എടുക്കാനായിട്ട്. എന്നിട്ട് രേവതി ആ പോയ പോക്കെ തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയണ, അയ്യോ അമ്മേ, ഓറഞ്ച് ഇല്ല അമ്മേ. പിന്നെ എന്തുണ്ട്, ചായ എടുത്താൽ മതിയോ? എങ്കിൽ പോയി ചായ കൊണ്ടുപോവാ. അങ്ങനെ നമ്മുടെ രേവതി ചായക്കായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ തൊട്ടടുത്തേക്ക് വരികയാണ്. ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, എൻ്റെ ചന്ദ്രേ, നീ ഈ പ്രതിഭയൊക്കെ ഇത് എവിടെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്നു ഇത്രയും നാള്? അതേ പറ്റിയൊന്നും എന്നോട് പറയിക്കണ്ട. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ ഞാൻ എത്ര സദസ്സുകളിൽ നിറഞ്ഞാടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോഴും നീ ആടുന്നതിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. ഇപ്പോഴും നീ നന്നായിട്ട് ആടുന്നുണ്ട്. അന്ന് നീ കാലും കയ്യും ഒക്കെ ചാടുന്നുണ്ടെങ്കിൽ ഇപ്പം നിൻ്റെ നാവാണ് നന്നായിട്ട് ആടുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണം, നിങ്ങൾക്കല്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും പിടിക്കില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാത്തിനും കളിയാക്കാൻ മാത്രമല്ലേ അറിയാവൂ. എന്താ ചന്ദ്രേ, ഞാനതിന് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? നിങ്ങൾക്കല്ലെങ്കിൽ കുറ്റപ്പെടുത്താനല്ലേ അറിയാവൂ. നിങ്ങൾക്ക് ജതി എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം, ജതിയോ? അത് തന്നെ ജതി. നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. നിങ്ങൾക്ക് വണ്ടിയുടെ വളയം പിടിക്കുന്നത് മാത്രമല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഒരു കുന്തം നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാത്തതൊന്നും നീ എനിക്ക് പറഞ്ഞു തരണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അങ്കിൾ, നമ്മളാരും വിചാരിച്ചെടുക്കുന്നില്ല. ആൻറ്റി അസാധ്യ ടാലൻ്റുള്ള പ്രതിഭയാണെങ്കിൽ ആൻറ്റിയെ ഇനി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്താലുണ്ടല്ലോ, ആൻറ്റി കേരളത്തിലെ തന്നെ മികച്ച നർത്തകിമാരിൽ ഒരാളാവും, അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയണേ, എൻ്റെ മോളെ, നീ ഇങ്ങനെ ഒരുപാടങ്ങ് തള്ളിക്കൊടുക്കല്ലേ, ചന്ദ്ര ചിലപ്പോൾ നടുപിടിച്ച് വീഴും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, കണ്ടില്ലേ മോളെ, കണ്ടില്ലേ, ഇങ്ങനെയുള്ള ചില ആളുകളാണ് നമ്മൾ പെണ്ണുങ്ങളുടെയൊക്കെ എല്ലാ കഴിവുകളെയും മുരടിപ്പിച്ച് കളയുന്നത്. കല്യാണത്തിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ജീവിക്കും, എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ നമ്മുടെ കഴിവുകളെ എല്ലാം പുറത്ത് കൊണ്ടുവന്ന് കഴിയും. പക്ഷേ ഭർത്താവ് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ എല്ലാം മുരടിച്ച് ഇതായിരിക്കും അവസ്ഥ. കണ്ടില്ലേ രവിയേട്ട ഇപ്പോഴും പറയുന്നത്. നീ വാ മോളെ,
എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പോകാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതി ചായ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചായ മേടിച്ചുകൊണ്ട് ശ്രുതിയും അമ്മായിയും അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി പറയണം, അച്ഛന് ചായ വേണോ അച്ഛാ? അപ്പോൾ ഉടനെ പറയാണ്, വേണ്ട മോളെ, എനിക്ക് ചായയൊന്നും വേണ്ട, ഞാനിപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടിച്ചിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അച്ഛാ നന്നായിരുന്നു, അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. അത് സോറി, ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ രവീന്ദ്രൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആദ്യം ഇവർ ഡാൻസ് കളിച്ചിട്ട് മറിഞ്ഞു വീഴാനായിട്ട് പോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കും, നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അതിന് നിനക്കെന്താ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ചന്ദ്രമതി. അത് പറയാൻ വിട്ടുപോയതാട്ടോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛന് ചായ വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം, വേണ്ട മോളെ, ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് കുടിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണം, അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അച്ഛാ, കൊള്ളാം കളിക്കുന്നത്, അച്ഛൻ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയണം, കൊള്ളാം, വയസ്സാം കാലത്ത് ഓരോരോ കൂത്താട്ടങ്ങൾ, എവിടെയെങ്കിലും മറിഞ്ഞു വീണ് നടുവൊടിഞ്ഞ് ചന്ദ്രൻ ഒരിടത്ത് കിടക്കുമ്പോൾ പഠിച്ചോളും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ വർഷ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ വണ്ടി കേടാവുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ ഒരു മെക്കാനിക്കിനെയൊക്കെ വിളിച്ചിട്ട് വണ്ടി റിപ്പയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ്, ഇപ്പോഴൊന്നും ആവില്ല, കുറച്ച് ടൈം എടുക്കും എന്ന് പറയുകയാണ്. അപ്പോൾ വർഷയ്ക്കാണെങ്കിലുണ്ടല്ലോ ഡബ്ബിങ്ങിന് പോകാനുള്ള ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വർഷ നേരെ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നത്, ശ്രീ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ, എനിക്ക് അർജൻറ്റായിട്ട് സ്റ്റുഡിയോ വരെ പോകണം, ഇനി ലേറ്റായി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ വഴക്ക് പറയും, എന്നെ ഒന്ന് പിക്ക് ചെയ്യാമോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറന്ന് വരികയാണ്. വന്നിട്ട് നമ്മുടെ വർഷയുടെ അടുത്ത് എന്നിട്ട് പറയണം, തൻ്റെ കോള് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് തനിക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ കൊണ്ടുപോകുന്നതിന് നിനക്കെന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്കൊരു തടസ്സമില്ല. ബുദ്ധിമുട്ടായി എന്ന് പറയുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, നീ എന്നെ തന്നെ എന്തിനാ വിളിച്ചത്? നിനക്ക് ഒരുപാട് ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ആരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നോ? എനിക്കെങ്ങനെ ഒരുപാട് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞോ? ഇല്ലല്ലോ, എനിക്ക് ഒരേ ഒരു ബോയ് ഫ്രണ്ടേ ഉള്ളൂ, അത് ശ്രീകാന്താണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീ പറയാണ്, എങ്കിൽ കയറ്, ഞാൻ നിന്നെ പെട്ടെന്ന് കൊണ്ടാക്കാം. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിൽ പോയാൽ താമസിച്ചാൽ കുഴപ്പമില്ലതും ഉണ്ടോ? ഏയ് അതൊന്നും കുഴപ്പമില്ല, താൻ കയറടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ ബൈക്കിൽ കയറുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയും കൊണ്ട് റൗണ്ട് ചെയ്തങ്ങ് പോവുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ചന്ദ്രമതി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചന്ദ്രമതി രേവതി ഇനിയും ഇതുപോലെ മിണ്ടാതെ പ്രതികരിക്കാതെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നതെല്ലാം അതുപോലെ കേട്ട് രേവതി നിൽക്കണോ? അത് എന്തെങ്കിലും പ്രതികരിക്കണോ? ഇനി ഈ ചന്ദ്രമതിയെ ഇനി എങ്ങനെ മെരുക്കിയെടുക്കാം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തേക്കണം. പിന്നീടാകുമ്പോൾ നിങ്ങളും മറക്കും, പറയാൻ ഞാനും മറക്കും. അപ്പോൾ ഇനി ബൈ.